ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചത് മുതൽ പലതരത്തിലുള്ള ക്രൂരതകളുടെ വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. അഭയാർത്ഥി ക്യാമ്പുകളും ആശുപത്രികളും ആക്രമിക്കപ്പെട്ട് പിഞ്ചുകുഞ്ഞുങ്ങളടക്കം നിരവധി നിരപരാധികളെ കൊന്നൊടുക്കുന്ന കാഴ്ചയും നിരന്തരം പുറത്തുവരുന്നതാണ്. ഇപ്പോഴത്തെ ഒരിക്കൽ കൂടി ഇസ്രായേൽ ഗസയിൽ നടത്തിയ കൂട്ടക്കൊലയുടെ വിവരം പങ്കുവച്ചിരിക്കുകയാണ് അൽ ജസീറ. അൽ ജസീറ പുറത്തുവിട്ട വീഡിയോ ദൃശ്യത്തിലാണ് ഇസ്രായേൽ വ്യോമാക്രമണത്തിന്റെ ഭീതിതമായ നിമിഷങ്ങളുള്ളത്. എല്ലാം നഷ്ടപ്പെട്ടൊരു ജനത അവർക്ക് കിട്ടിയ ചെറിയൊരു സന്തോഷത്തിന്റെ ഇടവേള ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലേക്കാണ് മരണം കടന്നെത്തിയത്. തുകൽപന്ത് പറന്നു നടന്നിടത്ത് നിമിഷാർത്ഥം കൊണ്ട് മനുഷ്യ ശരീരങ്ങൾ ഛിന്നഭിന്നമായി അന്തരീക്ഷത്തിൽ ഉയർന്നു പൊങ്ങി. ആ സ്കൂൾ ഗ്രൗണ്ടും ഉടലും കൈകാലുകളുമൊക്കെ വേർപെട്ട മൃതദേഹങ്ങൾ കൊണ്ട് നിറഞ്ഞു. ഗാസയിലെ ഖാൻ യൂനിസിലെ കിഴക്കൻ നഗരമായ അബ്സാൻ അൽ കരീബിയയിലെ അൽ-ഔദ സ്കൂളിന്റെ പ്രവേശന ഭാഗത്തായിരുന്നു ഇസ്രായേൽ റോക്കറ്റ് പതിച്ചത്. ഖാൻ യൂനിസിലെ കിഴക്കൻ ഗ്രാമങ്ങളിൽ നിന്നും യുദ്ധാനന്തരം അഭയാർത്ഥികളാക്കപ്പെട്ട ജനങ്ങളെ താൽക്കാലികമായി പാർപ്പിച്ചിരിക്കുന്ന പ്രദേശത്താണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. 31 പേർ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് പുറത്തുവരുന്ന വാർത്തകൾ. കച്ചവടക്കാരും ജനങ്ങളും തിങ്ങി നിറഞ്ഞിരുന്ന പ്രദേശത്താണ് വ്യോമാക്രമണം ഉണ്ടായതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. ഞങ്ങൾ സ്കൂളിന്റെ പ്രവേശന ഭാഗത്ത് ഇരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ റോക്കറ്റുകൾ പതിച്ചത്. സംഭവസ്ഥലത്തുണ്ടായിരുന്ന മുഹമ്മദ് സൂക്കർ AFPയോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഒരു മിസൈൽ എല്ലാം തകർത്തു. എൻ്റെ അമ്മാവനെയും സഹോദരങ്ങളെയും ബന്ധുക്കളെയും എല്ലാം ഇല്ലാതാക്കി. ഒരു പലസ്തീൻ ബാലൻ അൽ ജസീറയോട് പ്രതികരിക്കുകയുണ്ടായി. ആളുകൾ പരക്കം പായുകയായിരുന്നു. രക്തത്തിൽ കുളിച്ച ശരീരങ്ങൾ പല ഭാഗത്തുനിന്നുമായി ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു. ആ ആക്രമണത്തിന് മുമ്പ് എല്ലാം ശാന്തമായിരുന്നു. കുറേ പേർ കളിക്കുന്നു, കളി കാണുന്നു. വേറെ കുറേ ആളുകൾ ഭക്ഷണവും പാനീയങ്ങളും വിൽക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യുന്നു. എല്ലാം സാധാരണയായി നടന്നു പോവുകയായിരുന്നു. വിമാനങ്ങളുടെ ശബ്ദമൊന്നും ഞങ്ങൾ കേട്ടതുപോലുമില്ല. ഗസൽ നസീർ എന്ന മറ്റൊരു ദിക്സാക്ഷി റോയിട്ടേഴ്സിനോട് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു: ഇവിടെ സുരക്ഷിതമാണെന്ന് പറഞ്ഞായിരുന്നു ഞങ്ങളെ എല്ലാവരെയും ഇങ്ങോട്ട് പാർപ്പിച്ചത്. വെള്ളവും ഭക്ഷണവും സ്കൂളും എല്ലാം ഒരു റോക്കറ്റ് മുഖേന തകർക്കുകയായിരുന്നു. ഐമാൻ അൽ ദമ എന്ന 21-കാരൻ BBSോട് പ്രതികരിക്കുകയുണ്ടായി. മനുഷ്യ ശരീരങ്ങളും ശരീരഭാഗങ്ങളും കാറ്റിൽ പറന്ന പോലെയാണ് തെറിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അതെങ്ങനെ പറയണമെന്നും എനിക്കറിയില്ല. ദൃക്സാക്ഷിയായ ആസ്മ കദേയ്യ റോയിട്ടേഴ്സിനോട് പങ്കുവച്ച വിവരം ഇങ്ങനെയായിരുന്നു: ആക്രമണത്തിന് ശേഷം യൂനിസിലെ നാസർ ഹോസ്പിറ്റലിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ദാരുണമായിരുന്നു. മൃതദേഹങ്ങളും അതീവ ഗുരുതരമായി പരിക്കേറ്റവരെയും ആശുപത്രിയിൽ നിറഞ്ഞു കിടക്കുകയാണ്. തറയിൽ വരെ ആളുകൾ കിടത്തിയിട്ടുണ്ട്. അവരിൽ കുഞ്ഞു കുട്ടികളും ഉൾപ്പെടുന്നുണ്ട്. സാധാരണക്കാർ ഇരകളായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്നുമാണ് ഇസ്രായേൽ പ്രതിരോധ സേന പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ ആക്രമണം നടത്തിയ ഹമാസ് സംഘത്തിലുണ്ടായിരുന്ന ഒരു തീവ്രവാദിയാണ് തങ്ങൾ ലക്ഷ്യം വെച്ചതാണ് IDF പറയുന്നത്. എന്നാൽ ഇസ്രായേൽ ആക്രമണത്തിനെതിരെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും കടുത്ത വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. സ്കൂളിൽ അഭയം തേടിയ ജനങ്ങളെ കൊല്ലുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് ജർമ്മൻ വിദേശകാര്യമന്ത്രി പ്രതികരിച്ചത്. സ്കൂളിലോ അതിന് പരിസരത്തോ ആയി സജ്ജീകരിച്ചിട്ടുള്ള അഭയാർത്ഥി കേന്ദ്രങ്ങൾ കഴിഞ്ഞ 4 ദിവസത്തിനുള്ളിൽ ഇസ്രായേൽ നടത്തിയ 4ാമത്തെ ആക്രമണമായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത്. തീവ്രവാദികളുടെ ഒളിത്താവളങ്ങളാണ് തങ്ങൾ ആക്രമിക്കുന്നതെന്നാണ് തുടർച്ചയായി ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ന്യായം.